ഒരിക്കൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഭാവിയെന്ന് സകലരും ഉറപ്പിച്ച പേര്. ഇംഗ്ലീഷ് പത്രമാധ്യമങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടിയ അവരുടെ സ്റ്റാർ ബോയ്. പിന്നീട് പതിയെ പരിക്കും ഫോമും വില്ലനായപ്പോൾ ആരാധകരാൽ പോലും കല്ലെറിയപ്പെട്ടൊരു വിങ്ങർ. അതെ, പറഞ്ഞു വരുന്നത് മാർക്കസ് റാഷ്ഫോർഡിനെ കുറിച്ച് തന്നെയാണ്. ഓൾഡ് ട്രാഫോർഡിന്റെ മുറ്റത്തേക്ക് ഇനിയൊരു മടങ്ങിവരവുണ്ടാവില്ലെന്ന് പലരും കരുതിയ റാഷ്ഫോർഡിൻ്റെ ബാഴ്സ സ്പെല്ലിനെ കുറിച്ചാണ്. യുണൈറ്റഡ് സ്ക്വാഡിലെ താരത്തിൻ്റെ ഭാവി പ്ലാനുകളെ പറ്റിയാണ്. റൂബൻ അമോറിം വേഴ്സസ് മാർക്കസ് റാഷ്ഫോർഡ്. 2024-25 സീസണിൽ യുണൈറ്റഡിനെ ചുറ്റിപ്പറ്റി പുറത്തുവരുന്ന വാർത്തകളിൽ ഏറെയും ഇരുവരും തമ്മിലുള്ള ആഭ്യന്തര കലഹത്തിൻ്റെതായിരുന്നു. 2024 ഡിസംബറിൽ നടന്ന മാഞ്ചസ്റ്റർ ഡെർബി സ്ക്വാഡിൽ നിന്നും താരത്തെ അമോറിം പുറത്താക്കിയതോടെയാണ് സംഭവങ്ങൾ പരസ്യമായി തുടങ്ങുന്നത്. പിന്നാലെ താരത്തിന്റെ സ്പോർട്സ്മാൻഷിപ്പിനെയും ട്രെയിനിങ് സെഷനുകളുടെ പെർഫോമൻസിനെയും പറ്റി അമോറിം മാധ്യമങ്ങൾക്ക് മുന്നിൽ വാചാലനായി. ഇതാണ് പുതിയ ചലഞ്ചുകൾ തേടി താരത്തെ വില്ല പാർക്കിലേക്ക് വിടുന്നത്. വില്ലയിൽ 17 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളും 6 അസിസ്റ്റുമായി താരം ഭേദപ്പെട്ട പ്രകടനം നടത്തിയപ്പോൾ ഒരു കംബാക്കിൻ്റെ സാധ്യതകൾ പലരും കൽപ്പിച്ചു. പക്ഷേ അത് നടന്നില്ല. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ താനെന്ന നിലപാടിൽ അമോറിമും റാഷ്ഫോർഡും ഉറച്ചു നിന്നതോടെ തൊട്ടടുത്ത സീസണിലും താരത്തെ ലോണിൽ വിടാൻ യുണൈറ്റഡ് നിർബന്ധിതരായി. എന്നാൽ ഇക്കുറി ഓഫർ വന്നത് സ്പെയിനിൽ നിന്നാണ്. ഇംഗ്ലീഷ് താരങ്ങൾ പലപ്പോഴും നോ പറയുന്ന ഒരിടമാണ് സ്പെയിൻ. എന്നാൽ ബാഴ്സ മുന്നോട്ട് വെച്ച ലോൺ ഡീലിന് റാഷ്ഫോർഡ് കണ്ണുമടച്ച് സമ്മതം മൂളി. കാരണം മറ്റെല്ലാത്തിനുമപ്പുറം തന്നെ പരിഗണിക്കുന്ന ഒരു പരിശീലകന് കീഴിൽ കളിക്കാനായിരുന്നു താരത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ബാഴ്സയുടെ 14-ാം നമ്പർ കുപ്പായം അണിഞ്ഞ് ഒരു സീസൺ മുഴുവൻ സ്പെയിനിൽ താരം കളിച്ചു. 49 മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ റാഷ്ഫോർഡ് 14 ഗോളും 11 അസിസ്റ്റും അടക്കം 25 ഗോളുകളിൽ നേരിട്ട് പങ്കാളിയായി. ഇതിൽ 5 ഗോളും 3 അസിസ്റ്റും നേടിയത് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിലായിരുന്നു. ഇടത് ഫ്ലാങ്കിൽ റഫീനിയെ പോലെ തന്നെ വിശ്വാസമർപ്പിക്കാൻ പോകുന്നൊരു പേരായി റാഷ്ഫോർഡ് ബാഴ്സ ആരാധകരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. 30 മില്യണിന് ഒരു പർച്ചേസ് ഓപ്ഷൻ നിലവിലുണ്ടായിരിക്കെ പുതിയ സീസണിൽ ബാഴ്സ അത് ആക്ടിവേറ്റ് ചെയ്യുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ ട്രാൻസ്ഫർ വിൻഡോയിൽ ഡെക്കോയുടെയും സംഘത്തിൻ്റെയും പ്ലാനുകൾ മറ്റൊന്നായിരുന്നു. ഫ്ലിക്കിൻ്റെ പുതിയ സീസൺ പ്ലാനുകളിൽ റാഷ്ഫോർഡിനെ പോലെയുള്ള ഒരു പേസി വിങ്ങർക്ക് കൃത്യമായൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുക എന്നത് അനിവാര്യമായിരിക്കെ ബാഴ്സ യുണൈറ്റഡുമായി ഒരു ചർച്ചക്കൊരുങ്ങി. പർച്ചേസ് ഡീലിലെ തുകയിൽ ഒരു ഇളവ് വരുത്തണം, അല്ലെങ്കിൽ താരത്തെ മറ്റൊരു ലോൺ സ്പെല്ലിൽ വിടണം. പക്ഷേ രണ്ടിനും യുണൈറ്റഡ് ഒരുക്കമല്ലായിരുന്നു. താരത്തിൻ്റെ ശമ്പളം ഒരു വലിയ ബാധ്യതയായി നിലനിൽക്കെ രണ്ടാമതൊരു ഓപ്ഷനിലേക്ക് ബാഴ്സ തിരിഞ്ഞു. അങ്ങനെ ഗോർഡനെ കിട്ടി. അതോടെ അവർ റാഷ്ഫോർഡിനെ തട്ടി. ഓൾഡ് ട്രാഫോർഡിലേക്കുള്ള തിരിച്ചുവരവിൽ റാഷ്ഫോർഡിൻ്റെ ഉള്ളിൽ പല ചിന്തകളും മാറി മാറി വന്നിട്ടുണ്ടാവണം. ടീമിലെ തൻ്റെ റോൾ എന്താവുമെന്നും പുതിയ പരിശീലകനായ കാരിക്കിൻ്റെ പ്ലാനിൽ താൻ ഉണ്ടാവുമോ എന്ന് തുടങ്ങി പല ചിന്തകളും. ഇതേ തോന്നലുകൾ യുണൈറ്റഡ് ആരാധകർക്കുമുണ്ടായി. ഓൾറെഡി സെറ്റായ സെസ്കോ, കുഞ്ഞ, എംബൂമോ കൂട്ടുകെട്ട് ടീമിലുണ്ടായിരിക്കെ റാഷ്ഫോർഡ് ഇവിടെ തന്നെ തുടരാൻ തയ്യാറാവുമോ? കാരിക് റാഷ്ഫോർഡിൽ എത്രത്തോളം വിശ്വാസം അർപ്പിക്കും എന്നിങ്ങനെ ആരാധകരുടെ സംശയങ്ങൾ ഓരോന്നായി പുറത്തു വന്നു. അതിനെല്ലാം വിരാമമിട്ടത് പരിശീലകൻ കാരിക്കിൻ്റെ പ്രതികരണമാണ്. മാർക്കസ് ഞങ്ങളുടെ താരമാണ്. അവൻ മികച്ചൊരു തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളത്. അവനെ എനിക്ക് കാലങ്ങളായി അറിയാം. ഇക്കുറി ടീമിനായി വലിയ സംഭാവനകൾ അവൻ നടത്തും. റാഷ്ഫോർഡിൻ്റെ യുണൈറ്റഡ് ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പരിശീലകൻ്റെ ആദ്യ മറുപടി ഇപ്രകാരമായിരുന്നു. താരത്തെ ചുറ്റിപ്പറ്റി സൗദി ലീഗിലേക്കടക്കമുള്ള കൂടുമാറ്റ വാർത്തകൾ സജീവമായിരിക്കെയാണ് കാരിക്കിൻ്റെ ഈ പ്രതികരണം. റാഷ്ഫോർഡ് തൻ്റെ പ്ലാനിൽ ഉണ്ടെന്നും മറ്റു താരങ്ങൾക്ക് മേൽ തനിക്കുള്ളതുപോലുള്ള വിശ്വാസം റാഷ്ഫോർഡിൻ്റെ കാര്യത്തിലും ഉണ്ടെന്നാണ് കാരിക് വ്യക്തമാക്കിയത്. പുതിയ സ്ക്വാഡിൽ ബാഴ്സയിലെ 14-ാം നമ്പർ ജേഴ്സിയാണ് ക്ലബ്ബ് താരത്തിന് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. താരം നേരത്തെ ധരിച്ചിരുന്ന 10-ാം നമ്പർ നിലവിൽ മത്യാസ് കുഞ്ഞാണ് ധരിക്കുന്നത്. കഴിഞ്ഞ ദിവസം AC മിലാനെതിരെ നടന്ന സൗഹൃദ മത്സരത്തിലാണ് റാഷ്ഫോർഡ് യുണൈറ്റഡിനായി പ്രീ സീസണിൽ ആദ്യമായി കളത്തിലിറങ്ങുന്നത്. AC മിലാന്റെ പരിശീലകൻ റൂബൻ അമോറിം ആണെന്നിരിക്കെ ഈ മത്സരം റാഷ്ഫോർഡിന്റെ ഒരു റിവഞ്ച് മാച്ച് കൂടിയാവുമെന്നായിരുന്നു പ്രവചനങ്ങൾ. പക്ഷേ പ്രീ സീസണിലെ ആദ്യ ജയം ആഗ്രഹിച്ചിറങ്ങിയ AC മിലാന് മുന്നിൽ കാരിക്കിനും സംഘത്തിനും കാലിടറി. 2-നെതിരെ 4 ഗോളിന് മത്സരം സ്വന്തമാക്കിയ അമോറിം തന്നെ പുറത്താക്കിയ യുണൈറ്റഡിനോട് ഒരു സ്വീറ്റ് റിവഞ്ച് കൂടി നടത്തി. 9-ാം നമ്പർ ജേഴ്സിയാണ് സൗഹൃദ മത്സരത്തിൽ റാഷ്ഫോർഡ് അണിഞ്ഞിരുന്നത്. ESPN അടക്കമുള്ള പല പ്രമുഖ മാധ്യമങ്ങളുടെയും റിപ്പോർട്ട് പ്രകാരം പ്രീമിയർ ലീഗിലെ തന്നെ പല ക്ലബ്ബുകളും റാഷ്ഫോർഡിനായി ശ്രമങ്ങൾ സജീവമാക്കുന്നുണ്ട്. എന്നാൽ താരം നിലവിൽ വാങ്ങുന്ന ഉയർന്ന വേതനവും താരത്തിനായി യുണൈറ്റഡ് ചോദിക്കുന്ന ഭീമൻ ട്രാൻസ്ഫർ ഫീയുമാണ് ഈ കൂടുമാറ്റത്തിന് വെല്ലുവിളിയാവുന്നത്. തുർക്കി ക്ലബ്ബുകളായ ഫെനർബാഷെ, ഗലറ്റസറായ് തുടങ്ങിയവരും സൗദിയിലെ ചില ടീമുകളും താരത്തിനായി രംഗത്തുണ്ട്. എന്നാൽ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിന് പുറത്തേക്ക് ഒരു കൂടുമാറ്റം റാഷ്ഫോർഡ് ആഗ്രഹിക്കുന്നില്ലെന്നാണ് താരത്തിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട്. കഴിഞ്ഞ സീസണിൻ്റെ 2ാം പകുതിയിൽ നടത്തിയ വിജയക്കുതിപ്പ് തുടരാനുറച്ചാണ് യുണൈറ്റഡ് ഇക്കുറി എത്തുന്നത്. അതിനിറങ്ങുന്ന കാരിക്കിൻ്റെ ആ സംഘത്തിൽ മാർക്കസ് റാഷ്ഫോർഡ് ഉണ്ടാകുമോ? അതോ പുതിയ ചലഞ്ചുകൾ തേടി താരം മറ്റൊരിടത്തേക്ക് ചേക്കേറുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കൂ.